ഇപ്പോൾ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ചേരുന്നുണ്ട്. ശ്രീ വി എസ് സുനിൽകുമാർ, ഒരു ഭാഗത്ത് അരിക്ക് വില കുത്തനെ കൂടുന്നു, പലവ്യഞ്ജനങ്ങൾക്ക് ഉഴുന്ന് അടക്കം ബീൻസിന് അടക്കം വലിയ തോതിൽ വില വർദ്ധിക്കുന്നു. മാംസവിപണിയും മത്സ്യവിപണിയിലും ഉയർന്ന വില. ഒരുപക്ഷെ ട്രോളിംഗ് അവസാനിക്കുന്നതോടെ മത്സ്യത്തിന് വില കുറഞ്ഞേക്കാം. ഏക ആശ്വാസം എന്നത് പച്ചക്കറിക്ക് വലിയ തോതിൽ വില വർദ്ധിക്കുന്നില്ല എന്നതാണ്. പക്ഷെ ഓണം ആ സീസൺ നമുക്കറിയാം, മറ്റെല്ലാ ഉൽപ്പന്നങ്ങളെക്കാൾ പഴം, പച്ചക്കറി അതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൃത്യമായ ഒരു വിപണി ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല എങ്കിൽ ഓണത്തിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ ഈ വിലക്കയറ്റം, അരിയുടെ വിലയിലൊക്കെ വലിയ വർധനം ഇപ്പോൾ തന്നെ നേരിടുകയുമാണല്ലോ. ആ സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടാൻ പറ്റുക? എന്ത് സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കേരളം പോകുന്നത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? കേരളത്തില് പലവ്യഞ്ജനങ്ങളുടെയും മറ്റ് എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില ക്രമാതീതമായി വർദ്ധിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. അതിന്റെ കാരണങ്ങളെല്ലാം പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഡീസൽ പെട്രോളിന്റെ വില വർധന മുതലുള്ള നിരവധി കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണെന്നുള്ള ഒരു അടിസ്ഥാന പ്രശ്നം നമുക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പൊതുവെ കേരളത്തിന്റെ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു പ്രതിഭാസമായിട്ടാണെങ്കിലും ഈ വിലക്കയറ്റം നമ്മൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് പിടിച്ചു നിർത്തുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ വിപണി ഇടപെടലിലൂടെ മാത്രമേ ഇത് പിടിച്ചു നിർത്താൻ കഴിയാറുള്ളൂ. അത് ഓണക്കാലത്താണെങ്കിലും അതുപോലെ ഉത്സവ സീസണുകളിൽ സ്വാഭാവികമായിട്ടും സാധനങ്ങൾ വില വർദ്ധിക്കാറുണ്ട്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയേറെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോ എല്ലാ സാധനങ്ങളും, ഇപ്പൊ പച്ചക്കറിയുടെ വില ഇപ്പൊ കുറച്ച് കുറഞ്ഞെന്ന് പറഞ്ഞാലും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വളരെ കൂടുതലായിരുന്നു. അതിനി ഓണത്തിന്റെ സീസൺ വരുമ്പോഴേക്കും വൻതോതിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആഭ്യന്തര ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ. പച്ചക്കറി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ നമുക്കുണ്ടായിരുന്ന സ്വയം പര്യാപ്തതയിലേക്കുള്ള അടുത്തുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും അതിന്റെ ഉൽപാദനം കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. മാത്രമല്ല തമിഴ്നാട്ടിലെ പ്രൊഡക്ഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ പിന്നെ വിപണിയില് ഓണക്കാലത്ത് നല്ല വില വർധന ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇപ്പോ ഞാനിപ്പോ ഇടതുപക്ഷ ഒരു രാഷ്ട്രീയമുള്ള ഒരാളാണെന്നുകൊണ്ട് പറയുന്നതല്ല. കഴിഞ്ഞ 10 കൊല്ലമാണെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലത്ത് പൊതുവായിട്ട് എന്ത് വിമർശനങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്യാറുള്ള ഒരു കാര്യം വിപണി ഇടപെടലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. അപ്പൊ ഞാൻ കൃഷി മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഹോർട്ടികോർപ്പിനെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും അതുപോലെ സിവിൽ സപ്ലൈസ് വകുപ്പൊക്കെ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താറുണ്ട്. അപ്പോ അതിലെന്തെങ്കിലും വീഴ്ച വരുമ്പോൾ മീഡിയകളൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം സപ്ലൈകോന്റെ കാര്യത്തിൽ ഇടപെടൽ കുറയുമ്പോൾ മീഡിയ ഇടപെടുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പൊ ഇത്തവണ സംസ്ഥാന ഗവൺമെന്റ് വിപണി ഇടപെടലിന് പ്രത്യേക ഒരു ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇടപെട്ടില്ലെങ്കിൽ ഇത്തവണത്തെ ഓണം വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും. വൻ വിലവർധന ഉണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ സപ്ലൈകോ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി അതുപോലെ നീതി സ്റ്റോറുകളും അതുപോലെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിലൂടെ ശക്തമായ രീതിയിലുള്ള ഒരു വിപണി ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ ഓണം ആഘോഷിക്കുക വളരെ ദുഷ്കരമായിരിക്കും, വളരെ പ്രയാസകരമാണ്. ഇപ്പോ ഗൾഫ് കൺട്രീസിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി മൂലം ആളുകളൊക്കെ വലിയ പ്രശ്നത്തിലാണ്. അപ്പൊ എല്ലാം കൊണ്ട് ജനങ്ങൾ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഗൃഹനാഥൻ എന്ന നിലയിൽ നമുക്കറിയാം ഒരു വീട്ടിലുണ്ടാകുന്ന ചെലവ് തന്നെ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് കാരണം ഈ വിലക്കയറ്റമാണ്. അപ്പൊ വിലക്കയറ്റത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഭവിഷ്യത്ത് ഉണ്ടാക്കാം. അതുകൊണ്ട് സർക്കാർ ഇടപെടൽ ഉണ്ടാവണം. സപ്ലൈകോ പോലെയുള്ള സ്ഥാപനങ്ങൾ നോക്കൂത്തിയാക്കാതെ ഇപ്പോ മാവേലി സ്റ്റോറുകളിലും അതുപോലെയുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും വഴി സാധനങ്ങൾ സുലഭമായി ലഭിക്കും എന്ന് ഉറപ്പുണ്ടാക്കണം. ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 26,000 ടൺ അരി വാങ്ങിയെന്നാണ് പറയുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ കോട്ടയ്ക്ക് നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് പോയിട്ട് വാങ്ങണം. സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. BJP ഗവൺമെന്റ് റേഷൻ സംവിധാനം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോ ഓണ വിപണിയിലേക്ക് വേണ്ടി ഇപ്പോ സംസ്ഥാന ഗവൺമെന്റ് 26,000 ടൺ അരി വാങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്ത ഞാൻ ഇന്നലെ പത്രത്തിൽ വായിച്ചു. ആ രീതിയിലുള്ള ഒരു വിപണി ഇടപെടൽ ശക്തമായ രീതിയിൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിപണി ഇടപെടൽ ശക്തമാക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ കാലങ്ങളായി, അതായത് ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള വിലക്കയറ്റം പോലുള്ള പ്രതിസന്ധികൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഓണം സീസണിലേക്ക് എത്തുമ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.